കേരളത്തിന്റെ മുഖം മാറാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മാത്രമല്ല എക്സിറ്റ് പോളിന്റെ വിശകലനമൊക്കെ നടക്കുകയാണ്. അത് എക്സിറ്റ് പോൾ 29-നാണ് വരുന്നത്. എന്തായാലും ഇത്തവണ വലിയ രീതിയിലുള്ള പ്രതീക്ഷ UDF-നുണ്ട്. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ. മാത്രമല്ല ഇപ്പോൾ CM അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഇതിനിടയിൽ ഹൈക്കമാൻഡാണ് ഇത് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അമിത ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നത് കാത്തിരിക്കാതെ തന്നെയാണ് UDF-ൽ ഈ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. നിലവിൽ 3 പേരുകളുണ്ട്: VD സതീശൻ, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ KC വേണുഗോപാൽ. എന്തായാലും ഈ 3 പേരുടെ പേരുകളാണ് മുൻകൂട്ടി നിർത്തി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകണം എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ഈ പറയുന്നത് പോലെ തന്നെ അതിന്റെ അണികളും അല്ലെങ്കിൽ നേതാക്കളും ഒക്കെ പറയുന്നത്. ഒരു ഭാഗത്തെ KC വേണുഗോപാലിന്റെ പടരംഗത്തിറങ്ങുമ്പോൾ മറുവശത്ത് VD സതീശന്റെ പടയൊരുക്കവും നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണ ഈ പറയുന്നത് പോലെ തന്നെ നിയമസഭ അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തോടെ വന്ന് ഈ കേരളത്തിന്റെ മുഖമായിട്ട് UDF മാറുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉറച്ച വിശ്വാസത്തോടെയാണ് അവരുള്ളത്. മാത്രമല്ല 100 സീറ്റും കിട്ടുമെന്നാണ് VD സതീശൻ പറയുന്നത്. ആ ഒരു 100 സീറ്റിൽ പുറത്ത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും UDF വീണ്ടും ഭരണം കൈയടക്കും. അത്രയും ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. എന്തായാലും മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം: ഏകദേശം അവിടുത്തെ നേതാക്കൾക്കും അണികൾക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് ഈ പറയുന്നത് പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഭൂരിപക്ഷ വിജയത്തോടെ, ഒരു റെക്കോർഡ് വിജയത്തോടെ UDF-ന് വരാൻ സാധിക്കുമെന്നത്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേ ആത്മവിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് നടക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ ഇടതുപക്ഷത്ത് വലിയ രീതിയിലുള്ള വെല്ലുവിളികളോ അവകാശവാദങ്ങളോ ഒന്നും തന്നെ ഇല്ല. യാതൊരു തരത്തിലുള്ള വാർത്തകളോ അല്ലെങ്കിൽ അവരെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള യാതൊരു കാര്യങ്ങളുമില്ല. ഒരു വിജയ സാധ്യത ഉണ്ട് എന്നുള്ള സൂചന UDF-ന് കിട്ടിയെങ്കിലും LDF-നെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ്. അത് മാത്രമല്ല BJP-യിലേക്ക് വരുവാണെങ്കിൽ BJP-ക്കും ചെറിയ രീതിയിലുള്ള ആശങ്കയാണ്. അതായത് അവർ 4 സീറ്റെങ്കിലും പിടിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അതിലും ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഒരു ആശങ്കാജനകമായിട്ടുള്ള രീതിയിലാണ് ഇടതുപക്ഷവും BJP ഒക്കെ മാറുന്നത് എങ്കിൽ ഈ UDF-ന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവർ CM-നെ തെരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് അവരുടെ ആത്മവിശ്വാസത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നതോ അത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ്. എന്തായാലും ഒരു എക്സിറ്റ് പോളിന്റെ ചില സൂചനകളാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. എക്സിറ്റ് പോള് 29-ാം തീയതി വരത്തുള്ളൂ. പക്ഷേ ആ ഒരു എക്സിറ്റ് പോളിന്റെ ഒരു സൂചനകൾ കോൺഗ്രസിന് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. എന്തായാലും വിജയ സാധ്യത ഉണ്ടെന്ന് കണക്കാക്കിയാണ് ഈ തീരുമാനങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നത്. അതായത് ഈ CM-നെ ആരാകണം CM, അല്ലെങ്കിൽ എന്താവണം, അടുത്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ച ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. ഒരു വിജയ സാധ്യത പ്രതീക്ഷിച്ചാണ്, മുറുകെ പിടിച്ചിരിക്കുകയാണ് അവർ ആ കാര്യങ്ങളും. എന്തായാലും LDF-ന് വലിയ ആശങ്ക തന്നെയാണുള്ളത്. അവർ ഇത്തരം സൂചനകളോ അല്ലെങ്കിൽ അവർക്ക് ചില സൂചനകൾ കിട്ടി, ഈ ആശങ്കാപരമായിട്ടുള്ള സൂചനകളാണ് കിട്ടിയത്. അതുകൊണ്ടാണ് അവർ മൗനം പാലിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരു നേതാക്കളെയും മാധ്യമങ്ങളിൽ കാണാറില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. എന്തായാലും അവർക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ നിലവിൽ CPM-നും BJP-ക്കും ആശങ്ക പരത്തുന്ന രീതിയിലാണ് ചില കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും അത് UDF-നെ വല്ലാതെ തന്നെ മുന്നേറ്റത്തിൽ എത്തിച്ചു എന്നതാണ്. ഇനി എന്താണ് ഈ എക്സിറ്റ് പോൾ എന്നാണ് ആലോചിക്കുന്നത്. അതായത് എങ്ങനെ കണക്കാക്കാം ഈ അഭിപ്രായ വോട്ടെടുപ്പ്, അതായത് വോട്ട് ചെയ്തവരോട് നേരിട്ടുള്ള ചോദ്യങ്ങൾ. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം മുൻകൂട്ടി അറിയുക അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം കണക്കാക്കുക എന്നീ കാര്യങ്ങളാണ്. അത് വെച്ച് ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികളൊക്കെയാണ് അത് പുറത്തുവിടുന്നത്. പക്ഷെ അത്തരം ഈ ഒരു എക്സിറ്റ് പോളിന്റെ കണക്കുകൂട്ടലുകൾ നടക്കുന്നതിനിടയിൽ ചില സൂചനകളൊക്കെ കിട്ടാറുണ്ട്. ഇന്ന പ്രദേശത്ത്, അതായത് കേരളത്തിന്റെ അങ്ങോളം തൊട്ട് ഇങ്ങോളം വരെയുള്ള ഒരു പോളിംഗ് ശതമാനം കണക്കാക്കുമ്പോൾ അതിന്റെ ചില ജില്ലകളിൽ ഇത്ര പോളിംഗ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് UDF മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് UDF വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതും ഞങ്ങൾ ഇത്തവണ വരുമെന്ന് ഉറപ്പിച്ച് പറയുന്നതും. VD സതീശന്റെ വലിയ വലിയ വെല്ലുവിളികൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകുമെന്നുള്ള രീതിയിലേക്ക് അവർ പറയണമെങ്കിൽ അവർക്ക് അത്രയും ഉറപ്പുണ്ട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ ഭൂരിപക്ഷത്തോടെ UDF വരുമെന്നുള്ളത്. എന്തായാലും 2026-ന്റെ എക്സിറ്റ് പോൾ ഫലം ഏപ്രിൽ 29-ന് വൈകുന്നേരമാണ് അറിയുന്നത്. ഒരു മാസത്തോളം മാത്രം നീണ്ടു നിന്ന വീറും വാശി നിറഞ്ഞ പ്രചാരണത്തിന്
വിവാദത്തിനൊടുവിൽ ഏപ്രിൽ 9 കേരളം ഒറ്റക്കെട്ടായിട്ട് ജനവിധി എഴുതിയത്. എന്തായാലും സംസ്ഥാന നിയമസഭയിലെ 140 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സർവീസ് വോട്ട് കൂട്ടാതെ ഏകദേശം 79.63 പോളിംഗ് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത്. ആകെ 833 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് ഹാട്രിക് വിജയം നേടാമെന്ന ആത്മവിശ്വാസത്തിലുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളത് അവർ നേരത്തെ പറഞ്ഞതാണ്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡിങ് അവർ നിലനിർത്തിക്കൊണ്ട് ഈ നിയമസഭ വരെയുള്ള കാര്യങ്ങൾ അവർ വളരെ ഗൗരവത്തോടെ തന്നെയാണ് നീക്കിക്കൊണ്ടുപോയത്. മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ ഈ പ്രചാരണ ജാഥ വേളയിലൊക്കെ നമ്മൾ കണ്ടതാണ് ജനം എത്രത്തോളമാണ് UDFന്റെ കൂടെ നിൽക്കുന്നത് എന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ രീതിയിൽ തന്നെ ഉയർന്നു വന്നെങ്കിലും അതൊക്കെ മാറുന്ന രീതിയിലേക്കാണ് പോകുന്നത്. കാരണം അത്തരം കാര്യങ്ങൾ ഈ പറയുന്ന ഇലക്ഷനെ ബാധിച്ചിട്ടില്ല. അവരെടുത്ത നടപടികൾ VD സതീശൻ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടികളൊക്കെ നേതാക്കളും അതുപോലെ തന്നെ ജനവും ഒരുമിച്ച് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് UDFന്റെ ഇത്തരം നിലപാടിൽ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലാണ് നേതാക്കളെല്ലാം. ഇനി BJPയുടെ വരുവാണെങ്കിൽ ഈ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള NDA ഇക്കുറി അക്കൗണ്ട് തുറക്കില്ല എന്നുള്ള ഒരു ആശങ്കയാണ് അവർക്കുണ്ടാകുന്നത്. മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ ഇവരുടെ വോട്ടുകൾ ഒരുപക്ഷെ UDFന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നും കണക്കാക്കുന്നുണ്ട്. എന്തായാലും ജനവിധി ആർക്ക് അനുകൂലമാകും എന്നതാണ് നോക്കിക്കാണേണ്ടത്. എക്സിറ്റ് പോൾ ഫലം വിശകലനങ്ങളും ഈ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കും. എന്തായാലും അത്തരം രീതി അല്ലെങ്കിൽ ആ ഒരു എക്സിറ്റ് പോളിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലം ഇനിയും അറിയാൻ കാത്തിരിക്കണം. എന്തായാലും മെയ് 4-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. എന്തായാലും ഇതെല്ലാം സംബന്ധിച്ച് ഈ എക്സിറ്റ് പോൾ വളരെ നിർണായകമാണ്. കാരണം പലതവണ അല്ലെങ്കിൽ ഈ പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ അതിന് പിഴവ് പറ്റിയിട്ടുണ്ട്. എന്തായാലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിവിധ ഏജൻസികളൊക്കെ പുറത്തുവിട്ടിരുന്നു. ഇവയിലെ പ്രധാനം, അതായത് നമ്മളുടെ ചില ചാനലിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്ന് കാണാം. അന്ന് അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ടിരുന്ന ഒരു അവരുടെ ഫലം എന്ന് പറയുന്നത് LDFന് 72 മുതൽ 80 സീറ്റുകൾ, UDFന് 58 മുതൽ 64 സീറ്റുകൾ, NDAക്ക് 2 സീറ്റുകൾ എന്നായിരുന്നു. ഇനി 24 ചാനൽ എടുക്കുകയാണെങ്കിൽ അവർ ഇട്ടിരിക്കുന്നത് LDFന് 93 മുതൽ 111 വരെ സീറ്റുകളും UDFന് 27 മുതൽ 35 സീറ്റുകളും NDAക്ക് 1 സീറ്റും ഇല്ല എന്നാണ്. ഇനി മനോരമ ന്യൂസിന്റെ എക്സിറ്റ് പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ LDFന് 70 മുതൽ 80 സീറ്റുകളും UDFന് 60 മുതൽ 68 സീറ്റുകളും NDAക്ക് 1 സീറ്റും എന്നാണ്. അതായത് യഥാർത്ഥ ഫലം എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. LDFന് 99 സീറ്റുകൾ, ഏകദേശം 24ന്റെ ഒരു അടുത്തെത്തി. അതായത് 111 എന്ന് പറഞ്ഞെങ്കിലും 99 സീറ്റുകൾ നേടിയാണ് LDF അധികാരത്തിൽ വന്നത്. UDFന് ആ സമയത്ത് 41 സീറ്റുകളായിരുന്നു കിട്ടിയിരുന്നത്. NDAക്ക് 1 സീറ്റും കിട്ടിയില്ല എന്നതാണ്. എന്തായാലും പല എക്സിറ്റ് പോളും LDF ജയിക്കുമെന്ന് അന്ന് പ്രവചിച്ചത് നടന്നിരുന്നു. പക്ഷേ നമുക്കത് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്തരം രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ അതായത് ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ അതീതമായിട്ടാണ് ഈ പാർട്ടികൾ വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സിറ്റ് പോൾ പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ലെങ്കിലും സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ ആ എക്സിറ്റ് പോളിന്റെ ഫലം അല്ലെങ്കിൽ അവരുടെ ഒരു സൂചനകളിലൂടെയാണ് ഏതൊക്കെ മണ്ഡലമാണ് ഏതൊക്കെ ജില്ലകളാണ് തങ്ങൾക്കൊപ്പം എന്ന് ഈ UDFന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത്തരം സൂചനകൾ അവർക്ക് കിട്ടുന്നതനുസരിച്ച് അവരുടെ പ്രതീക്ഷ വലുതാവുകയാണ്. അതുകൊണ്ട് തന്നെ തുടർ തീരുമാനങ്ങളും പല ചർച്ചകളും ഇന്ന് നടക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, UDFന് ഒരു വലിയ ഭൂരിപക്ഷത്തോടുള്ള വിജയ സാധ്യത കാണുന്നുണ്ട് എന്നതാണ്. കാരണം അവർ ആ UDFിലെ നേതാക്കൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ, അതുപോലെ തന്നെ കെ സുധാകരൻ എന്നുള്ള ഈ നേതാക്കന്മാർ മുന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ അവർ ഈ CM-നെ പറ്റി സംസാരിക്കുമ്പോഴും ഹൈക്കമാൻഡ് പറയട്ടെ എന്നാണ് പറയുന്നത് ആരാകണം CM എന്നുള്ളത്. പക്ഷേ ആ ഒരു ചർച്ച അല്ലെങ്കിൽ അവിടെ ഒരു സംസാരം അങ്ങനെ നടക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം ഒരു വിജയം ഈ പറയുന്ന UDF-നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് നേതാക്കളെല്ലാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടണം. പക്ഷെ ആ
ഭൂരിപക്ഷം കിട്ടുമോ ഇല്ലയോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും ആശങ്ക പ്രകടിപ്പിക്കുന്ന LDFനെയും BJPയെയും കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഈ UDF വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില മണ്ഡലങ്ങൾ അവർക്ക് സീറ്റ് പോലും കിട്ടില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ വളരെ നിർണായകമായിട്ടാണ് UDF മുന്നേറുന്നത്. അപ്പോൾ ആ UDFന് അത് ഫലം കാണിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. എന്തായാലും നമുക്ക് മെയ് 4-ന് അറിയാം ആരായിരിക്കും ഇനി കേരളത്തിന്റെ പുതിയ മുഖം എന്നുള്ളത്.